അത്രമാത്രം വേദനാജനകമായിരുന്നു പലരുടെയും കാഴ്ചകൾ. പലരും ഇവർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് തളർന്നിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. പ്രായമായവർ ഉള്ളുപൊട്ടി വിതുമ്പലടക്കി നടക്കാൻ ശ്രമിക്കുമ്പോൾ തളർന്നിരുന്ന് പോകുന്നത് കണ്ടു. ഒപ്പം പഠിച്ചിരുന്ന കുട്ടികൾ അവരെല്ലാം കണ്ണീരോടെ മാറി നിൽക്കുന്നത് കണ്ടു. അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്ന് തുടങ്ങേണ്ട സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നുള്ള ആളുകൾ അവിടേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. ജനപ്രതിനിധികളും മന്ത്രിമാരും. എങ്ങനെ ഈ ഒരു വിടചൊല്ലൽ അപ്രതീക്ഷിതമായിരുന്നു ഈ നാടിന്. 4 കുരുന്നുകൾ ഓർമ്മ വച്ച കാലം മുതൽ ഒരുമിച്ചെന്ന് പറയാം. പഠിക്കുകയാണെങ്കിലും കളിക്കുകയാണെങ്കിലും അടുത്തടുത്ത വീടുകളിൽ എപ്പോഴും ഒരുമിച്ചുണ്ടായിരുന്നവ. അവരെ ഒന്നിച്ച് വിധി കൊണ്ടുപോകുമ്പോൾ അത് ഉൾക്കൊള്ളാൻ ഈ നാടിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ആ ഒരു വേദനയുടെ തുടർച്ചയാണ് നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ. ഇത്രയും അധികം പേര് ഈ ഒരു ഖബറടക്കത്തിൻ്റെ ഇടത്തേക്ക് ഒരുപക്ഷെ ആരും പ്രതീക്ഷിച്ച് കാണില്ല. കാരണം ഈ നാട്ടുകാർ മാത്രമല്ല, നാട്ടുകാരല്ലാത്തവരും വിവിധ മതങ്ങളിൽപ്പെട്ടവരും ഒക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരുടെയും മുഖത്ത് ഞെട്ടൽ നമുക്ക് കാണാം. എല്ലാവർക്കും വല്ലാത്തൊരു വേദനയാണ് ഈ കുട്ടികളുടെ ഓർമ്മകൾ പോലും നൽകുന്നത്. അത്രമാത്രം വലിയൊരു ദുരന്തം. ഈ നാടൊരിക്കലും ഇവരെ മറക്കില്ല. അതോടൊപ്പം തന്നെ ഇവരെല്ലാം ആവശ്യപ്പെടുന്ന ഒന്നുണ്ട്: ഇനി ഇതുപോലൊരു ദുരന്തം ആവർത്തിക്കരുത്, ഇനി ഇതുപോലൊരു സാഹചര്യം ഉണ്ടാകരുത്. തീർച്ചയായും അനുമോദ് സൂചിപ്പിക്കുന്ന പോലെ ഇനിയും ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകരുത് എന്നാണ് നാടൊന്നാകെ പ്രാർത്ഥിക്കുന്നത്. ഈ കുരുന്നുകളുടെ ജീവൻ പൊലിഞ്ഞ ആ ഭാഗം സ്ഥിരം അപകട മേഖലയാണ് എന്ന റിപ്പോർട്ടുകൾ കൂടിയാണ് പുറത്തു വരുന്നത്. ഒരുപക്ഷെ അതിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾ അത് പല ഭാഗങ്ങളിൽ നിന്ന് എത്തുന്നവർ ആണ്. ലോഡ് വണ്ടികൾ ഉൾപ്പെടെ കടന്നു പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർക്കൊന്നും അതൊരു അപകട വളവാണ് എന്ന് അറിയണമെന്നില്ല. മനഃപൂർവമായ ഒരു അപകടത്തിന് അല്ല വഴിയൊരുക്കുന്നത്. പക്ഷേ നിരവധി ആളുകൾ ഈ പ്രദേശത്തടക്കം അപകടത്തിൽപ്പെട്ടു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതിന് 4 കുരുന്നുകളുടെ ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ അധികൃതരുടെ കണ്ണ് തുറപ്പിക്കാൻ ഒരുപക്ഷെ ഈ അപകടത്തിലൂടെ സാധിച്ചേക്കാം. അതും ഉണ്ടാകുമോ എന്നറിയില്ല. പക്ഷേ ആ കുടുംബത്തിൻ്റെ, ആ നാടിൻ്റെ, ബന്ധുക്കളുടെ, സുഹൃത്തുക്കളുടെയൊക്കെ വേദന അത് നികത്താൻ ഇനി ആർക്കും സാധിക്കില്ല. ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി വളർന്നു വന്ന കുരുന്നുകൾ ആയിരുന്നു. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 13 വയസ്സുവരെ മാത്രം പ്രായമുള്ള കുരുന്നുകൾ. 5 പേർ അവർ കളിച്ചിരികളുമായി സ്കൂളിലേക്ക് പോയതാണ്. പരീക്ഷ എഴുതി മടങ്ങി വന്ന വഴിയാണ്. ഇന്നവർക്ക് ഹിന്ദി പരീക്ഷയായിരുന്നു. ആ പരീക്ഷയെക്കുറിച്ച് അടക്കം സംസാരിച്ചു കൊണ്ടായിരുന്നു ഇന്നലെ അവർ മടങ്ങിയത്. ഇന്നലെ ഇംഗ്ലീഷ് പരീക്ഷയായിരുന്നു. 5 പേർക്കും ആ പരീക്ഷ എളുപ്പമായിരുന്നു എന്നാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട പെൺകുട്ടി പിന്നീട് പ്രതികരിച്ചത്. അങ്ങനെ ഒരുമിച്ചെല്ലാം പങ്കുവച്ചിരുന്നവർ, ഒരുമിച്ച് കളിച്ച് ചിരിച്ച് വളർന്ന 4 കുരുന്നുകൾ അവർ ഒരുമിച്ച് യാത്രയാകുമ്പോൾ അത് ആ നാടിന് സഹിക്കാനാകാത്ത, താങ്ങാനാകാത്ത തീരാനൊമ്പരമായി തന്നെ മാറുന്നു. അതിൻ്റെ നേർസാക്ഷ്യം ആയിരുന്നു അല്പസമയം മുമ്പ് നമ്മൾ ഓരോരുത്തരും കണ്ടത്. ഒരു നാടൊന്നാകെ കുരുന്നുകൾക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തുന്ന കാഴ്ച, ഒരു നാടൊന്നാകെ വിങ്ങിപ്പൊട്ടുന്ന സാഹചര്യം. ഹൈക്കോടതി അടക്കം ഇപ്പോൾ ദൗർഭാഗ്യകരമായ ഒന്നായിപ്പോയി പാലക്കാട്ടെ അപകടം എന്ന് പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. നേരത്തെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഈ പ്രദേശത്ത് അശാസ്ത്രീയമായ തരത്തിലാണ് റോഡ് മുന്നോട്ട് പോകുന്നത് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ആരെയൊക്കെ കുറ്റപ്പെടുത്തിയാലും എന്തൊക്കെ പിഴവുകൾ പറയാനുണ്ടായാലും ഈ 4 കുരുന്നുകളുടെ ജീവൻ അതിനി തിരികെ പിടിക്കാനാവില്ല. ആ കുടുംബത്തിൻ്റെ നഷ്ടം നികത്താനാകാത്ത ഒന്നായി മാറിയിരിക്കുന്നു. ഇന്നലെ വൈകിട്ട് 3:40 നാടിനെ ഒന്നാകെ നൊമ്പരത്തിലാഴ്ത്തിയ അപകടമുണ്ടായത്. ഒരു നിമിഷം കൊണ്ട് 4 ജീവനുകൾ പൊലിഞ്ഞുപോയി. 5 സുഹൃത്തുക്കൾ അവർ ഒരുമിച്ച് കളിച്ച് ചിരിച്ചു വളർന്നവർ ആണ്. അതിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. 4 കുരുന്നുകളും മരണപ്പെട്ടു.
ആ 4 കുരുന്നുകളുമാണ് ഇപ്പോൾ ഒരുമിച്ച് യാത്രയായിരിക്കുന്നത്. 4 വിദ്യാർത്ഥികളുടെയും ഖബറടക്കം ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. തുപ്പനാട് ജുമാ മസ്ജിദിൽ ആണ് 4 പേർക്കും അന്ത്യവിശ്രമം ഒരുക്കിയിട്ടുള്ളത്. 4 ഖബറിടങ്ങൾ ഒന്നിനോടൊന്ന് ചേർത്ത് ഇർഷാന ഷെറിനും റിദ ഫാത്തിമയും നിദ ഫാത്തിമയും ഐഷയും അങ്ങനെ ഒരുമിച്ച് യാത്ര പറഞ്ഞിരിക്കുന്നു.